അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവനെ പിന്തുടരുന്നത്. യത്ബഉൽ മയ്യിത്ത സലാസ്, 3 കാര്യങ്ങൾ ആ മയ്യത്തിനെ പിന്തുടരുന്നതാണ്. മാലുഹു വ അഹ്ലുഹു വയബ്ക അമലുഹു, അവൻ്റെ ധനവും അവൻ്റെ ബന്ധുക്കളും അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങളുമാണ്. അതിനാൽ അവൻ്റെ ധനവും അവൻ്റെ അഹലുകാരുമെല്ലാം ഖബർ വരെ പിന്തുടരുകയും മറമാടുന്നത് വരെ പിന്തുടരുകയും പിന്നെ ഖബറിൽ അവശേഷിക്കുന്നത് വയബ്ക അമലുഹു, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവന് കൂട്ടാളികളായിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നാം നിസ്കരിച്ചത്, നോമ്പെടുത്തത്, ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും ചെയ്തത്, ഇവകൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും ശ്രമിക്കുക. അദ്ദുനിയ മസ്റഉത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ പ്രായത്തിൽ ഓരോ സെക്കൻഡ് സമയവും ഇലൽ ഖബരിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാം ഇബാദത്തുകളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.